പണ്ട് ബൈബിൾ മൊത്തം കാണാതെ പറയുന്ന ഒരു തത്ത ഒരു പള്ളിയിലച്ഛനുണ്ടായിരുന്ന പോലെ. മുസ്ലിങ്ങൾ ഓഫ് കോഴ്സ് അവരിൽ തീവ്രവാദികളുള്ളവർ എനിക്കെതിരെ തന്നെയാണ്. ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ രാജ്യത്തിനെ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീവ്രവാദികൾ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളില്ല. സംഘപരിവാർ ഇതിൽ ഉള്ള കുറച്ച് ആൾക്കാർ, ഞാനും സ്വയംസേവനാണെന്ന് വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ നായർ വർഗീയത കൂടുതലാണ്. ഞാൻ നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിക്കുമ്പോൾ നിതിൻജിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്, വി ആർ വർക്കിംഗ് ഫോർ ദ റൂട്ട്സ് ആൻഡ് യു ഗൈസ് ആർ വർക്കിംഗ് ഫോർ ദ ഫ്രൂട്ട്സ്. അപ്പോൾ കറക്റ്റ്, ശരിയാണ്. ഇപ്പോൾ ഒരു കാലത്ത് BJP-യിലുള്ളത് CPM-ലുള്ള ആയിക്കോട്ടെ, CPM-ലുള്ള കുറെ പേര് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ BJP-യുടെ സാങ്ക്ടിറ്റി എവിടെ പോയി? യഥാർത്ഥ സനാതനികൾ ഉണ്ടാക്കി വെച്ചൊരു പ്രസ്ഥാനമാണ്. അതിനെ വീണ്ടും ഈ പറയുന്ന പോലെ പാലിൽ വിഷം ചേർക്കുന്ന പോലുള്ള പരിപാടിയാണ്. ഒരു പാലിൽ ഒരു തുള്ളി തൈര് വീണാലും തിരിഞ്ഞു പോകും. ഇപ്പോ സ്വാമി പറഞ്ഞ കാര്യം, അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടുത്തെ ചില ജാതി സംഘടനകളുണ്ട്. ഇപ്പം SNDP ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ, NSS-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുകുമാരൻ നായർ, ഇവരെല്ലാം ഇപ്പോൾ ഒരുമിക്കാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിന്റെ പുറകിൽ CPM വലിയ ഈ പിന്നെ അതിന് വേണ്ടിയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അത് CPM-നെ പോലെ ഒരു പാർട്ടിയാണെന്ന് ആലോചിക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ NSS-ഓ SNDP-യോ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. അതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല, അതിനെതിരെ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ സ്ത്രീ പ്രവേശന സമയത്ത് ഇവിടെ നടത്തിയ സമരങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. ഈ ആളുകളൊക്കെ തന്നെ അല്ലേ സ്വാമി ഈ പറയുന്ന ഹിന്ദുക്കളുടെ സംരക്ഷകർ എന്ന് പറയുന്ന ഈ ആളുകൾ, ഈ ജാതി സംഘടനകൾ, ഈ പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെ തന്നെയല്ലേ ഇതിനെ ഇങ്ങനെ നശിപ്പിക്കാനും ഇട്ടുകൊടുക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വാസികൾക്ക് ആണ് ഇത് ജീവനം. മറിച്ച് പുരോഹിത വർഗത്തിനും ഇതുപോലുള്ള സമുദായ നേതാക്കൾക്കൊക്കെ ഇത് ഉപജീവനമാണ്. നമ്മുടെ ഋഷിവര്യന്മാർ, നമ്മളുടെ പൂർവികരായിട്ടുള്ളവർ നമ്മൾക്ക് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അറിവുകളും അത്രയും പവിത്രമായ ഒരു ആചാരവും ഇതിനെ സംരക്ഷിക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോ ഹിന്ദുക്കൾക്കുമുണ്ട്. പക്ഷെ സംഘടനാപരമായിട്ട് ഇതിനൊരു പൊളിറ്റിക്കലൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിൽ അവർ പല വിശ്വാസത്തെയും വ്രണപ്പെടുത്തിയും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവർ മുന്നോട്ട് പോകുക എന്നുള്ളത് അവരുടെ രീതിയാണ്, അവരുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തികളാണ്. അപ്പൊ ഇവിടെ എല്ലാ സംഘടനകളും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. ഇപ്പൊ BJP, കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ എല്ലാത്തിനും അവരൊക്കെ നല്ല സാത്വികരായിട്ടുള്ളവരും ധർമ്മപുത്രന്മാരായിരുന്നു എല്ലാ സംഘടനകളും ഓരോ കാലത്തും തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനെ നയിക്കുന്നത് അധർമ്മികളായിട്ടുള്ളവരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് പേരെടുത്ത് പറഞ്ഞാൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെതിരെ അങ്ങ് സ്ഥിരമായി അങ്ങ് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്, വിമർശിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇതുപോലെ തന്നെയല്ലേ NSS-ന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ? സുകുമാരൻ നായർക്ക് അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്. അവര് രണ്ടുപേരും, ഒരാൾ ഇച്ചിരി മൈൽഡായിട്ടും ഒരാൾ ഇച്ചിരി വൈൽഡായിട്ടും നീങ്ങുന്നു എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ഇപ്പൊ അവരെ അല്ല ഞാനിപ്പോ അവരെ എന്ത് പറയാൻ പറ്റും? അവരൊരു സംഘടനയുടെ തലപ്പത്തെ ആൾക്കാരെ കൊണ്ടുവച്ചിരിക്കുന്നു. കുറെ പേര് അതിനെ ഫോളോ ചെയ്യുന്നു, കുറച്ചു പേർക്ക് അവരിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000-2,000 പേര് വരുമെന്ന് തോന്നുന്നില്ല അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ബാക്കിയുള്ള 35 ലക്ഷത്തോളം വരുന്ന ഈ ഈടുവരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ എതിർക്കുന്നവരാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇവിടുത്തെ മുഖ്യമന്ത്രി കൂടെ കൊണ്ടു നടക്കുന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അദ്ദേഹത്തെ പോലെ ഇത്രയും ഗുരുനിന്ദ കാണിക്കുന്ന ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്, അയാളുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പം അമിത്ഷാ വന്നപ്പോൾ തുഷാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അയാളെ കൺവീനറാക്കി വെച്ചിരിക്കുന്നു. ഇവിടുത്തെ കേരള സമൂഹം BJP സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു സമൂഹം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് നമ്മളെയൊക്കെ ദ്രോഹിക്കുന്ന, നമ്മളെ ചൂഷണം ചെയ്യുന്നവരെ നിങ്ങളുടെ നേതൃത്വത്തിൽ കൂടെ നിർത്തുന്നത്? അപ്പൊ നിങ്ങളോടുള്ള നമ്മുടെ വിശ്വാസം ഇവിടെ തകരുകയല്ലേ? മോദിജിയെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്, അദ്ദേഹം മലയാളികളെ ദ്രോഹിച്ചിട്ടില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വലിയൊരു ധർമ്മപുത്രനാണ്, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തെ കണ്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാർ എന്തിനു വെക്കുന്നു എന്ന് ചോദിക്കാനുള്ള ആർജവം ഇവിടുത്തെ BJP-യെ പിന്തുണയ്ക്കുന്നവർ കൂടെ ഉന്നയിക്കുമ്പോഴാണ് BJP പൂർണ്ണ രീതിയിൽ ശക്തമായി വളർന്ന്
രാഷ്ട്രങ്ങൾക്കും രാഷ്ട്രീയങ്ങൾക്കും മാതൃകയായി മാറുന്നു. അപ്പൊ ഇപ്പൊ കോൺഗ്രസിനെ കുറെ തെറി BJP വിളിച്ചിട്ട് കോൺഗ്രസിലുള്ള മോശപ്പെട്ട ആൾക്കാരെ BJPയിലേക്ക് കൊണ്ടുവരുമ്പോൾ കോൺഗ്രസ് ശരിയല്ല എന്ന് കണ്ടിന്യൂസ്ലി പറയുകയാണ് BJP. എന്നിട്ട് കോൺഗ്രസ് അഴുക്ക വെള്ളമാണ്, ഡ്രെയിനേജ് ആണെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ചാല് BJP എന്ന് പറയുന്ന ശുദ്ധ ജല തടാകത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അതിലെ മോശപ്പെട്ടവരെ ഇങ്ങോട്ട് എടുക്കുന്നില്ല. എന്താണ് ഇത്? ഇപ്പൊ ഒരു കാലത്ത് BJPയിലുള്ളത് CPM-ലുള്ള ആയിക്കോട്ടെ, CPM-ലുള്ള കുറെ പേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ BJPയുടെ സാങ്ക്ടിറ്റി എവിടെ പോയി? BJPക്ക് BJPയുടേതായ ഐഡിയോളജി, അത്രയും നല്ല ഐഡിയോളജി ഉള്ള ഒരു സംഘടനയാണ്. സംഘപുത്രന്മാർ എന്ന് പറയുന്ന യഥാർത്ഥ സ്വയംസേവകർ ഉണ്ടാക്കി വെച്ച സാധനമാണ്. യഥാർത്ഥ സനാതനികൾ ഉണ്ടാക്കി വെച്ചൊരു പ്രസ്ഥാനമാണ്. അതിനെ വീണ്ടും ഈ പറയുന്ന പോലെ പാലിൽ വിഷം ചേർക്കുന്ന പോലുള്ള പരിപാടിയാണ്. ഒരു പാലിൽ ഒരു തുള്ളി തൈര് വീണാൽ അത് പിരിഞ്ഞു പോകും. നമ്മൾക്ക് ഇപ്പൊ BJPയെ സംബന്ധിച്ച് ഞാൻ എതിർക്കുന്നത് ഇതുകൊണ്ടായിരുന്നു. BJPയുടേതായ രീതിയിൽ പോകണം. BJP സനാതനികളുടെ പാർട്ടിയാണ്. അങ്ങനെ BJP വിരുദ്ധനല്ല. ഞാൻ എങ്ങനെ വിരുദ്ധനാവും? എനിക്ക് ആകെ ഞാനൊരു പഴയ RSSകാരനാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ RSSന്റെ രീതിയിലൊന്നും എനിക്ക് ഇവിടെ കേരളത്തിൽ എനിക്ക് പ്രവർത്തിക്കാനോ ഞാൻ പോകാറില്ല. പിന്നെ പ്രത്യേകിച്ച് RSSൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളൊക്കെ സ്വയംസേവകരായിട്ട് നമ്മുടേതായ കർമ്മ മേഖലയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ നോർത്തില് സംഘം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണലായിട്ടും അതുപോലെ തന്നെ വളരെ ധാർമ്മികപരമായിട്ടും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് കറക്റ്റ് കണ്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണൽ ഈ ഇതായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ RSS വരുമ്പോൾ അതൊരു പൊളിറ്റിക്കലാണ്. ആ പൊളിറ്റിക്കൽ രീതിയിലാണ് കേരളത്തിൽ പോകുന്നത്. അത് നല്ലതല്ല. കേരളത്തിൽ പൊളിറ്റിക്കൽ രീതിയിൽ പോകുമ്പോൾ ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ കേസിൽ ഞാൻ ഇവിടുത്തെ ഉന്നത നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അത് നമ്മളുടെ ആൾക്കാരല്ല, നമ്മൾ എന്തിനാ അതങ്ങനെ ചെയ്യണം, ഒത്തുനിർത്തുക. എങ്ങനെ ഒത്തുനിർത്തുക? ഒരു കൂടയ്ക്കകത്ത് ഒരു ആപ്പിൾ ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു നല്ലതിനെയും ചീയിക്കുന്ന പോലെയാണ്. നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ മോശമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ഒരു നേതാവ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ ചെയ്യേണ്ടത്. ജനങ്ങളാണ് ശക്തി എന്ന് പറയുന്നത്. ജനങ്ങൾ അവരുടെ അംഗീകാരവും അവരുടെ വിശ്വാസവും തകർത്തു കഴിഞ്ഞാൽ ഏത് നേതാവിനെ നിലനിർത്താൻ പറ്റും? ഏത് പ്രസ്ഥാനത്തിന്? RSS പോയിട്ട് RSS കേരളത്തിലെ ഇന്ത്യയിലെ വലിയ സംഘടനയാണ്. RSSനകത്ത് ആ ഒരു വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ ജനം എങ്ങനെ അവരോട് നിൽക്കും? ഞാൻ നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിക്കുമ്പോൾ നിതിൻജിയുടെ അടുത്ത് ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്, വി ആർ വർക്കിംഗ് ഫോർ ദ റൂട്ട്സ് ആൻഡ് യു ഗൈസ് ആർ വർക്കിംഗ് ഫോർ ദ ഫ്രൂട്ട്സ്. അപ്പൊ പുള്ളിന് കറക്റ്റ്, ശരിയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ സംഘം എന്ന് പറയുന്ന ഇത് നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ വേണം. ഹിന്ദുക്കളിൽ ധർമ്മബോധം ഉണ്ടാവണം. ഹിന്ദു ഇല്ലെങ്കിൽ എങ്ങനെ സംഘം നിൽക്കും? BJP എങ്ങനെ നിൽക്കും? ഇപ്പൊ BJPയുടെ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരെ ഇതിനകത്തോട്ട് കയറ്റിയിട്ട് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്, എന്നെ വർഗീയവാദിയാണ്, ഞാൻ വർഗീയവാദി എന്ന് പറയുമ്പോൾ എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഞാൻ എൻ്റെ വർഗത്തിന് വേണ്ടി വാദിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ ചോദിച്ചു, ഈ ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാർ ഒരു കാലത്തല്ല എപ്പോഴും നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ളവരാണ്, നമ്മൾ ആക്രമിച്ചിട്ടുള്ളവരാണ്, നമ്മുടെ ഐഡിയോളജി അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ്. അങ്ങനത്തെ കുറെ ആൾക്കാരെ ഇപ്പൊ കൊണ്ടുവന്നിട്ട് അവർ വഴി എത്ര വോട്ട് നമുക്ക് കിട്ടില്ല. അതിനെക്കാട്ടും നല്ലത് നമ്മുടെ ആൾക്കാരെ തന്നെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി നറിഷ് ചെയ്ത് അവരുടെ ഉന്നമനത്തിനും ഇതിനും വേണ്ടി അവരുടെ പ്രാർത്ഥനയല്ലേ BJP വന്നത്? ഹിന്ദുക്കളുടെ പ്രാർത്ഥന കൊണ്ടല്ലേ, ഹിന്ദുക്കളുടെ എഫോർട്ട് കൊണ്ടല്ലേ BJP രാജ്യത്ത് അധികാരത്തിൽ വന്നത്. അപ്പൊ അവർക്കല്ലേ ആദ്യം ചെയ്യേണ്ടത്? നമ്മളെ വളർത്തിയവരെയും നമ്മളെ സഹായിച്ചവരെയല്ലേ ആദ്യം നമ്മൾ സഹായിക്കേണ്ടത്. നമുക്ക് വിശന്ന് ഇരിക്കുന്ന സമയത്ത് അന്നം തന്നവര്, നമുക്ക് സപ്പോർട്ട് ചെയ്തവര്, നമ്മുടെ കൂടെ നിന്നവരാണ് നമ്മുടെ ദൈവം, അവരാണ് നമ്മുടെ എല്ലാം. അവരെ മറന്നിട്ട് പിന്നെ ഇവിടെ മതസൗഹാർദ്ദം കാണിക്കുന്നു. ആരെ പ്രീതിപ്പെടുത്താനാണ് ഇതൊക്കെ? ഇതെന്തിനാണ് ഇത് ചെയ്യുന്നത്? ഹിന്ദു എന്ന് പറയുന്നതിനെ ജന്തുവാക്കി കൊണ്ട് നടക്കുന്നതെന്ന്, ഹിന്ദുവിനെ ഒരു ശക്തി സ്രോതസ്സായിട്ട് മാറ്റി ആത്മീയപരമായി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ടും വളർത്തിയും അതുപോലെ ധർമ്മപാതയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊക്കെ ഞാനൊക്കെ പറഞ്ഞു അവസാനം മടുത്തു. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടായ്മ വേണം. അപ്പം ഇവിടെ പലവർക്കും ഞാനൊരു ഈഴവനാണ് എന്നുള്ള ഒരു പ്രശ്നമാണ് ഞാൻ കേരളത്തിൽ മനസ്സിലാക്കിയ ഒരു സംഭവം. അത് പറയുന്നതിന് എനിക്കിപ്പോ ഒരു മടിയില്ല. എനിക്ക് വേദന ഉണ്ടെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈഴവനായിട്ട് ജനിച്ചു പോയ ഒരു വ്യക്തിക്കും കേരളത്തിലെ RSSനകത്തുള്ള കുറച്ച് ആൾക്കാരുണ്ട്, സംഘപരിവാർ ഇതിൽ ഉള്ള കുറച്ച് ആൾക്കാർ. ഞാനും സ്വയംസേവനാണെന്ന് വീണ്ടും പറയുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഈ നായർ വർഗീയത കൂടുതലാണ്.
ഈ നായർ എന്ന് പറയുന്ന പേരിൽ അവർ കാണിക്കുന്ന അവരുടെ പക്ഷഭേദം, അവരുടെ പാർഷ്യാലിറ്റി, അവർ ഇപ്പം കഴിവുള്ളവർക്കും എന്ത് കഴിവുണ്ടെന്നുള്ളത് സമൂഹമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മറ്റ് സ്വാമിമാർക്കോ എനിക്കോ അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകൾക്കോ ഇപ്പൊ തന്നെ സിനിമാ നടന്മാരിൽ എടുക്കൂ, ഈഴവരായിട്ടുള്ള എത്ര പേർക്ക് ഉയർച്ച വന്നിട്ടുണ്ട്. വർഗീയത പറയുന്നതല്ല, ഞാൻ ഫാക്ട് പറയുന്നത്, കേരളത്തിന്റെ അവസ്ഥ പറയാം. ബിസിനസ്സുകാരുടെ കാര്യത്തില് ഒരു രീതിയിൽ ഇപ്പൊ ഗോകുലം ഗോപാലേട്ടനെ പോലുള്ള പല ആൾക്കാരെ എത്രമാത്രം ചവിട്ടി തേച്ച് കൊണ്ടുവരും, എത്ര അപമാനിക്കുന്നുണ്ട്. അദ്ദേഹം എത്ര 10-35 ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്തുമാത്രം ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും പറയത്തില്ല, അദ്ദേഹം ഇങ്ങനെ ചിരിച്ചോണ്ട് പോകും. ഞാനൊക്കെ എന്റെ ലൈഫിൽ സന്യാസി ഇപ്പൊ ഒന്നും വേണ്ട, മാതാമൃതാനന്ദമ്മയുടെ അവസ്ഥ എടുത്തിട്ടുണ്ടോ? ഇപ്പൊ അമ്മയുടെ കയ്യിൽ പൈസ ഉണ്ട്, അമ്മയുടെ പ്രസ്ഥാനം ഭയങ്കരമായിട്ട് വളർന്നതുകൊണ്ട് പോയി നിൽക്കുന്നു. ആ അമ്മേനൊക്കെ എത്രമാത്രം മുക്കൂത്തിയാണ്, മറ്റേ സുധാമണിയാണ്, കറുത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് എത്രമാത്രം അപമാനിച്ചു. ഏത് കീഴിലുള്ള അതായത് ഇതൊരു അത് ഞാൻ പറഞ്ഞ നായർ സമുദായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഒരു 15% താഴെ വരും. 15 വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വർഗീയ ചിന്തയുള്ള ആൾക്കാർ. ഈഴവരെന്ന് പറയുന്നത് വർഗീയത പറഞ്ഞു നടക്കില്ല, പ്രവർത്തിച്ച് നടക്കില്ല. അവർക്ക് വർഗീയ ചിന്ത അവരുടെ ഇല്ല. അവർക്ക് ഇച്ചിരി അഹങ്കാരമുണ്ട്, ഇത് പറഞ്ഞ അനുസരിക്കൂല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ രീതി അങ്ങനല്ല. ഇവരാണ് ഇവിടെ വർഗീയ ചിന്തകൾ പറഞ്ഞ് ആൾക്കാരെ തമ്മിലടിപ്പിച്ചും പല രീതികളിലും ആൾക്കാരെ ഇതാക്കി. ഇപ്പൊ എന്നെയൊക്കെ എത്രമാത്രം എന്ത് തെണ്ടിത്തരം കാണിച്ചിട്ടാണ് എന്നെ ഇവര് ഇഗ്നോർ ചെയ്തത്. എന്റെ 24-ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോ ഞാൻ ഈ സമാജത്തിന് വേണ്ടിയിട്ട് എന്റെ ലൈഫേ ഇവരില്ലാണ്ടാക്കിയില്ലേ. മുസ്ലിങ്ങൾ ഓഫ് കോഴ്സ് അവരിൽ തീവ്രവാദികളുള്ളവർ എനിക്കെതിരെ തന്നെയാണ്. ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ രാജ്യത്തിനെ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തീവ്രവാദികൾ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളില്ല. എനിക്കതിൽ വിഷമമില്ല. അവരെന്റെ ശത്രുവായിരിക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മതപരിവർത്തന ഗ്രൂപ്പ്, ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്കെതിരെ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ അവരെന്നെ ഒരുപാട് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെക്കാളും കൂടുതൽ എനിക്ക് വേദന ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഈ സംഘപരിവാർ ഇതിനകത്തിരിക്കുന്ന കുറെ നായന്മാരാണ്. എന്നെ ഇവിടെ പല രീതിയിലും ഇപ്പം വി എച്ച് പിയിലെ നമ്മുടെ വിശ്വന്ത് പരിഷത്തിലെ വിജി തമ്പി, അദ്ദേഹം നല്ലൊരു ജാതി പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല കൂടിയ നായരാണ്, അല്ലെ അതിൽ നല്ല ഹയർ നല്ല അപ്പന് പിറന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു, നല്ല ആള്. അദ്ദേഹമൊക്കെ എന്നെ അതിലോട്ട് ഒരുപാട് വിളിച്ചു. അതിനകത്ത് കുറെ ആൾക്കാർ, സംഘത്തിനകത്തുള്ള മുതിർന്നവർ എൻ്റെ അടുത്ത് പല രീതിയിൽ അവർക്ക് എന്നെ ഒന്ന് പ്ലേസ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഞാൻ പലതും അവരെന്നോട് ഞാൻ റിജക്ട് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ വന്നിട്ട് അടിയുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല. മാത്രമല്ല എൻ്റെ പ്രസൻസ്, ഞാൻ ഇവിടുത്തെ ഹിന്ദുക്കളുടെ സൂക്ഷ്മ ശരീരത്തെ, കാരണം 5 നേരം നമ്മൾ നശിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൂക്ഷ്മ ശരീരം തകരാൻ വേണ്ടിയിട്ടുള്ള ആഭിചാര ക്രിയ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു ജന്തുവായിരിക്കുന്നത്. അതിനുള്ള പരിഹാര ക്രിയകൾ ചെയ്യാൻ ഇവിടുത്തെ മറ്റുള്ള ആൾക്കാർക്ക് അറിയില്ല. അവരുടെ സബ്ജക്റ്റ് അല്ല അത്. നമ്മൾക്ക് കിട്ടിയ ഒരു വിദ്യയാണത്, അത് സിദ്ധിയാണത്. അല്ലെങ്കിൽ എന്റെ ഗുരു എന്നെ ഏൽപ്പിച്ച ഒരു സംഭവമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യാതെ നമ്മുടെ സൂക്ഷ്മം സ്ട്രോങ് ആവില്ല. സൂക്ഷ്മം തകർന്നു കഴിഞ്ഞാൽ സ്ഥൂലം ഇല്ലാണ്ടായി പോകും. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ നമ്മൾ അടിക്കാൻ വരുന്നു എന്ന് നമ്മൾ ആദ്യമേ അറിഞ്ഞാലും നമ്മൾ എണീറ്റ് അലേർട്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ ഒരു കല്ലെടുത്തിട്ട് കുത്തിയിട്ടോ കൊന്നിട്ടോ പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല. നമുക്കിപ്പൊ റെസിസ്റ്റ് ചെയ്യാനുള്ള ചിന്ത നമുക്ക് വരുന്നില്ല. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് ആത്മീയപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. അത് ചെയ്യാനോ അതിനെപ്പറ്റി പഠിപ്പിക്കാനോ ഇവർ തയ്യാറാവാതെ വരുമ്പോൾ ഹിന്ദുക്കൾ നശിച്ചുകൊണ്ടിരിക്കും. ഡ്രഗ്സിന് അടിമയാവും, പല രീതിയിലും അവർ നശിക്കും. അവർക്ക് ഒരു രീതിയിലുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അവർക്കൊരു ഫ്ലോ ഉണ്ടാവില്ല, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അവരുടെ ഭൗതിക ജീവിതം എങ്ങനെ ഉയരും, സുരക്ഷിതമാവും? ശക്തമായുള്ള ആത്മീയ അടിത്തറ ഉണ്ടെങ്കിൽ ശക്തമായ ഭൗതിക ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് ശ്രീനാരായണ ഗുരുവും വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ തകർക്കുന്നത്, ഹിന്ദുസത്തെ തകർക്കുന്നത്, ഞാൻ തുറന്നു പറയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. കാരണം ഇതിന്ന് വലിയ പെരുന്നാൾ വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് ഞാൻ പറയാം, ഈ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഇപ്പൊ BJPക്ക് അകത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു വർഗീയ നായർ വിഭാഗമുണ്ട്. അത് CPM-നകത്തുമുണ്ട്, അത് കോൺഗ്രസിനകത്തുമുണ്ട്. ഇത് വളരെ ഭീകരമാണ്. ഇവരുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ കേരള കോൺഗ്രസുമായി കണക്ട് ചെയ്ത് അന്നത്തെ കാലത്ത്, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഇതുണ്ടായിരുന്നു. R. ശങ്കർ എന്ന് പറയുന്ന വ്യക്തിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് അന്ന് കേരള കോൺഗ്രസും, എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവനുസരിച്ച് പീച്ചി ഡാമിൽ നിന്ന് വരുന്ന വഴിക്ക് PT ചാക്കോ ഒരു
പത്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് വണ്ടിയിൽ അംബാസിഡർ കാറിൽ വരുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് കാളവണ്ടി തട്ടി, അതിന്റെ പേരിൽ ഒരു സ്ത്രീ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാൾ രാജിവെപ്പിച്ചു. അതിന്റെ പേരിൽ കുറച്ച് 6 മാസം കഴിഞ്ഞ് ഇയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. അതിനുശേഷം ഇനി ഒരു ഈഴവ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവരുതെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വർഗീയത. അതിനു മുമ്പ് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാർ ഒരുപാട് നായർ കുടുംബത്തിലുള്ളവരെ ചൂഷണം ചെയ്ത് അവരെ മിസ്യൂസ് ചെയ്ത നായർ ചരിത്രം പഠിക്കുമ്പോൾ അറിയാൻ പറ്റും അവരെത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് കഥകൾ. ആ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിത് പറയുന്നത്. അത് അതേ സ്വഭാവം ഈ പറയുന്ന ഈഴവരുടെയും മറ്റുള്ള വീടുകളിലുമൊക്കെ കീഴ്ജാതിക്കാരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവര് അടിക്കുകയും ചെയ്തപ്പോൾ ഈ പറയുന്ന ഈ ബ്രാഹ്മണർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രതികരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ അന്ന് ഈ നായന്മാരെ ഒരു ഗ്രൂപ്പിനെ അടർത്തിയെടുത്ത് അവരെ കണ്ടീഷൻ ചെയ്ത് ഇവർക്കെതിരെയുള്ള ഒരു ആയുധമാക്കി ഇവരെ കൊണ്ടുപോയി. ഇതെല്ലാം ഇവിടുത്തെ ചരിത്രമാണ്. നായർ പടയാളികളില് അതില് വളരെ വേദനിക്കുന്ന ഒരു കൂട്ടം നായർ സ്ത്രീകളുണ്ടായിരുന്നു, കുടുംബം ഉണ്ടായിരുന്നു, അഭിമാനികളായിട്ടുള്ള അനവധി നായന്മാരുണ്ട് ഇവിടെ. പക്ഷെ നായന്മാര് ബേസിക്കലി അവരൊരു പോരാളികളായതുകൊണ്ടാണ് ബ്രാഹ്മൺസ് ഇവരെ യൂസ് ചെയ്തത്. പക്ഷെ അവർക്കൊരു ആത്മീയ ത്വരയുണ്ടായിരുന്നു. അവർക്ക് ഇപ്പൊ തന്നെ ഒരു ക്ഷേത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, അത് വൃത്തിയായിട്ട് ആചാരങ്ങളെ കൊണ്ടുപോകാനും ആചാര സംരക്ഷണത്തിനും ഒക്കെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പോരാളികളും ഇന്ന് നായർ തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഈഴവരെക്കാളും കൂടുതൽ ഇവർക്ക് ഇതിനോടൊരു താല്പര്യമുണ്ട്. പക്ഷെ അവരുടെ ആ വീക്ക്നെസ്സിനെ മുതലെടുത്ത് മിസ്യൂസ് ചെയ്തതാണ് ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗത്തിലെ ഒരു കൂട്ടം ആൾക്കാരെന്നുള്ളതും നമുക്ക് തള്ളിക്കളയാനോ അതല്ലെന്ന് പറയാനോ പറ്റില്ല. ചരിത്രം പഠിച്ചാൽ അറിയാൻ പറ്റും. പക്ഷെ എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ബ്രാഹ്മണന്മാരൊക്കെ ക്ഷയിച്ച് നശിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി. അവർക്ക് ഒന്നിനും ഒരു ഇതില്ല, അഷ്ടിക്ക് വകയില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. എന്നാൽ അവര് പണ്ട് പൂർവീകർ ചെയ്തതിന്റെ ചീത്തപ്പേര് ഇന്നും അവർ പാവങ്ങളായിട്ടുള്ള എത്രയോ നല്ല ആൾക്കാരുണ്ട്. അവര് വളരെയധികം കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതും നമ്മൾ കാണാതെ പോരുത്. എന്നാൽ ഈ വർഗീയ ചിന്തയുള്ള ഈ നായർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവരാണ് അവരുടെ കോക്കസ് വിട്ടിട്ട് വേറെ ആരും. അവർ സിനിമയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും എല്ലാത്തിലും ആത്മീയതയിൽ പോലും ഇവര് തന്നെ ഇപ്പൊ കേരളത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സന്യാസിമാരുടെ ഒരു സംഘടന എന്ന് പറഞ്ഞിട്ട്. അതിലും പ്രയോറിറ്റി കൊടുക്കുന്ന, അതിലും ജാതി വെച്ചിട്ട് ആൾക്കാരെ നീക്കാണ്. അതാണ് എനിക്ക് ചിരി വരുന്നത്. ഇവരെയൊക്കെ കുറച്ചേരം ഇവരോട് 10 മിനിറ്റ് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറെ പുസ്തകം വായിച്ചു, കുറച്ച് ഈ പറയുന്ന പോലെ ശ്ലോകങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും വായിച്ചിട്ട് ചവച്ചു തുപ്പുന്ന ഒരു പാരറ്റിനെ പോലെ, പണ്ട് ബൈബിൾ പൊത്തും കാണാതെ പറയുന്ന ഒരു ഒരു പള്ളിയിലച്ഛൻ ഉണ്ടായിരുന്ന പോലെ ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇവർ എത്ര ആൾക്കാർക്ക് എൻലൈറ്റ്മെന്റ് ഒരു ഇതുണ്ടാക്കാനുള്ള ഒരു എൻലൈറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ നെക്സ്റ്റ് രാജ്യത്തുണ്ടാവാൻ പോകുന്ന അവസ്ഥ ഇന്നേ മുൻകൂട്ടി കണ്ട ആൾക്കാരെ മറ്റൊരു പാതയിലേക്ക് കൊണ്ടുപോയി ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും. അപ്പം ഇത് ഇവിടുത്തെ കാര്യത്തിൽ സംസാരിക്കാതിരിക്കുന്നതാണ് ഭാരത ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മളൊക്കെ മാറിപ്പോകുന്നത്. ഇനി ഇവരൊന്നും നന്നാക്കാനൊന്നും നമുക്ക് സമയവുമില്ല. നന്നാവേണ്ടത് നന്നാവും, നമ്മൾ പിറകെ കിടന്ന് നന്നാക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഇപ്പം നരേന്ദ്രമോദിജി വന്നതുകൊണ്ട് കുറെ പേർക്ക് ഇവിടെ, പണ്ട് നമ്മൾ പറയും ശ്രീനാരായണ ഗുരുദേവന്റെയും ഗാന്ധിയുടെയും ഒക്കെ ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത്. അതുപോലെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും കൂടെ ഉള്ളതുകൊണ്ട് ഇവർ ജീവിച്ചു പോകുന്നു. ഇങ്ങനെ ഇവരായിട്ടൊരു കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടോ? ഇവരെന്താ ഇവിടെ ചെയ്തിരിക്കുന്നത്? അവര് മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്തത് വെച്ച് പറഞ്ഞു നടക്കുകയാണ്. സംഘം എന്ന് പറഞ്ഞൊരു മഹത് പ്രസ്ഥാനത്തിന്റെ പേരിൽ പലരും നുഴഞ്ഞു കയറി. SNDPക്കകത്ത് വെള്ളാപ്പള്ളി കയറിയതുപോലെ, NSSൽ സുകുമാരൻ നായർ കയറിയെന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറെ ആൾക്കാർ കയറിയെന്ന് പറഞ്ഞു, കോൺഗ്രസിൽ കയറിയുന്നു, BJPയിൽ കയറിയുന്നുണ്ട്. ഇത് എല്ലാ കാലത്തും ഉണ്ട് ഇവിടെ. അപ്പൊ അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള ഒരു പവർ ഫോഴ്സ് ഇപ്പുറത്ത് ജനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. ജനങ്ങളുടെ ഭാവി വെച്ചിട്ടാണ് ഇത് കളിക്കുന്നത്. എന്റെയോ പാർട്ടിന്റെയോ ഭാവി അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളെ ഭാവിയല്ലേ ഇവര്, അവരെ വിശ്വസിക്കുന്നവരല്ലേ ഇവര് പറ്റിക്കുന്നു. ഇപ്പൊ മുസ്ലിങ്ങളെ പറ്റിക്കാൻ മുസ്ലിം ലീഗിനകത്ത് കുറെ ഗ്രൂപ്പുകളുണ്ട്. മുസ്ലിങ്ങളിൽ എത്രയോ പാവങ്ങളുണ്ട്, എത്രയോ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്, എത്രയോ നല്ലവരുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് കർത്താവ് ജീസസ് ക്രൈസ്റ്റ് വലിയൊരു ഫിഗറായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇതിലാണ്. പക്ഷെ സഭയുടെ പേരിലും ബാക്കിയുള്ള ഈ പുരോഹിത വർഗം അവരെ പല രീതിയിൽ ചൂഷണം ചെയ്യുകയും ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നും പ്രശ്നം ഈ പുരോഹിത വർഗമാണ്. കാരണം നമ്മൾക്ക് എത്രത്തോളം മാനസിക വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിലേ ഈ പറയുന്ന പുരോഹിത വർഗത്തിന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് അവരെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യും. നാട്ടിൽ എത്രത്തോളം കലാപവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലേ ഈ പറയുന്ന രാഷ്ട്രീയക്കാരന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. നാളെ കതവ് തുറന്ന് നോക്കുമ്പോൾ ഒരു നേതാവിന്റെ വീട്ടിൽ അപേക്ഷയുമായിട്ട് നിൽക്കുന്നവരുടെ കണ്ണിലെ ദയനീയത, വലിയ ഹോളിൽ വന്ന് കൈ ഇങ്ങനെ നീട്ടി അനുഗ്രഹിച്ച് കാണാൻ വേണ്ടി നിൽക്കുന്ന കുറെ ദയനീയമായ കണ്ണുകളും അവരുടെ മനസ്സും കാണാനുള്ള ആ ഒരു കൊതി, അല്ലെങ്കിൽ ലഹരിയാണ്. ആ ഒരു ലഹരി അവിടെ നഷ്ടപ്പെട്ടാൽ, അങ്ങനെ ആൾക്കാർ അവിടെ കണ്ടില്ലെങ്കിൽ ഈ പറയുന്ന പുരോഹിത വർഗങ്ങളും ഈ രാഷ്ട്രീയ വർഗങ്ങളും അന്ന് അടുത്ത ദിവസം കിട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവർക്ക് ഇവരുടെ ദയനീയത കാണാൻ, ഇവരെ തേടി ആരും വന്നില്ലെങ്കിൽ പിന്നെ ആരും ഇവരുടെ പുറകെ പോവുക. അപ്പൊ ഇവരെന്നും പ്രശ്നങ്ങളെ ഉണ്ടാക്കുള്ളൂ, സൊല്യൂഷൻ കൊടുക്കില്ല. അപ്പൊ ഇതിനെ ചിന്തിക്കേണ്ടത് ഇവിടെ ഇന്ന് ചിന്തിക്കണം. നമ്മൾ നാളെ എങ്ങനെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത്, ഇന്നലെ കഴിച്ചതും ഇന്നലെ ചെയ്തതിന്റെയും ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കും, എന്ത് പ്രവർത്തിക്കുന്നതിന് ഫലമാണ് നാളെ അനുഭവിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനും ഒരു ആത്മീയ നേതാവും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടെ വരില്ല. നമ്മൾക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് തോന്നും ആര് കൊള്ളാം, ആര് ഇവിടെ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. ഇവിടെ ജനം തെരഞ്ഞെടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് വെറുതെ ഇപ്പൊ അങ്ങോട്ട് കയറി കോടിക്കണക്കിന് രൂപ, എനിക്ക് ഒരുപാട് ലോസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്ര അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ. എന്നാൽ എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചെയ്തു, എന്റെ സമൂഹം എന്റേതെന്നുള്ളൊരു തോന്നൽ എനിക്ക്. തീർച്ചയായിട്ടും. എന്തായാലും ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രഹസ്യമാണ് അങ്ങ് ഇപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ. മാത്രവുമല്ല, ഈ ഈ പറയുന്ന പുരോഹിത വർഗവും പൊളിറ്റിക്സും രാഷ്ട്രീയവും അതിൻ്റെ പിന്നാലെയുള്ള നെക്സസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് എല്ലാവരെയും പറ്റിക്കുകയാണ് എന്ന സത്യം വിളിച്ചു പറയാൻ അങ്ങ് കാണിച്ച മനസ്സിന് എന്തായാലും അഭിനന്ദനം. അതുപോലെ തന്നെ അങ്ങ് ഇവിടെ നിന്ന് മാറി ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിനോടും എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങ് ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം അങ്ങേപ്പോലുള്ള ആളുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം കണ്ടെത്തി വന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി.